നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 788th day. Today 10th sloka of Prathama Skandam, 8th chapter. For details, please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 788ാം ദിവസം. പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 10ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 10ാമത്തെ ശ്ലോകം. ഉത്തരാദേവി തുടരുകയാണ്. അഭിദ്രവതി മാമീശ സരസപ്തായശോ വിഭോ. കാമം ദഹതു മാം നാഥ മാമേ ഗർഭോ നിപാത്യതാം. ഓം തത്സത്. അഭിദ്രവതി മാമീശ സരസപ്തായശോ വിഭോ. കാമം ദഹതു മാം നാഥ മാമേ ഗർഭോ നിപാത്യതാം. ഓം തത്സത്. ദേവി പറയുകയാണ്, കഴിഞ്ഞ ശ്ലോകത്തിൽ രക്ഷിക്കണേ രക്ഷിക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരുന്നു എന്ന് പറഞ്ഞു. ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങി രഥത്തിൽ കയറിയ സമയത്ത് ഉത്തരാദേവി ഓടി വരുന്നത് കണ്ടു എന്ന് പറഞ്ഞു. ഇപ്പോൾ പറയുകയാണ് പദം പിരിക്കേണ്ടത് അഭിദ്രവതി മാം ഈശ ശരസപ്തായസോ. ശര തപ്ത ശരങ്ങൾ, അതായത് ശര യസ തപ്ത തപ്ത യസ, അങ്ങനെയാണ് അവിടെ വരിക. വിഭോ കാമം ദഹതു മാം നാഥ മാമേ ഗർഭോ നിപാത്യത. ഗർഭം മാ നിപാത്യത, അങ്ങനെയാണ് വരിക. അതായത് വിഭോ സർവത്തിനും ശക്തനായിട്ടുള്ളവനെ, ഈശ രക്ഷിതാവേ, തപ്ത യസ തപിക്കപ്പെട്ട ഇരുമ്പ് മുനയോട് കൂടിയ, അതായത് വളരെ ചൂടായിട്ടുള്ള ഇരുമ്പ് മുനയോട് കൂടിയ ശര ബാണം, മാം എന്നെ, അഭിദ്രവതി നേർക്ക് പാഞ്ഞു വരുന്നു, മാം എന്നെ, കാമം ഇഷ്ടം പോലെ, ദഹതു ദഹിപ്പിക്കട്ടെ, ആ ശരം എന്നെ ഇഷ്ടം പോലെ ദഹിപ്പിക്കട്ടെ, നാഥ അല്ലയോ രക്ഷിതാവേ, മേ എൻ്റെ, ഗർഭ ഗർഭം, മാ നിപത്യത നിബന്ധിക്കപ്പെടാതിരിക്കണമേ, പോകാതിരിക്കണമേ എന്ന് പറയുകയാണ്. അതായത് ഈശ്വര പ്രഭോ, സർവത്തിനും രക്ഷിതാവായിട്ടുള്ളവനെ, കത്തിക്കാളുന്ന ശല്യത്തോടു കൂടിയ ബാണം എൻ്റെ നേർക്ക് വരുന്നു. ആ ബാണം അതിൻ്റെ ഇഷ്ടം പോലെ എന്നെ ദഹിപ്പിച്ചു കൊള്ളട്ടെ. ഉത്തരാദേവിയുടെ നേർക്ക് ബ്രഹ്മാസ്ത്രം പാഞ്ഞു വരിക, ഒരു ബാണം വരുന്നു എന്നാണ് ദേവിക്ക് തോന്നുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അത് അശ്വത്ഥമാവ് പ്രയോഗിച്ച ബ്രഹ്മാസ്ത്രമായിരുന്നു. അത് എന്നെ ഇഷ്ടം പോലെ ദഹിപ്പിച്ചു കൊള്ളട്ടെ, അതിൽ എനിക്ക് ദുഃഖമില്ല. പക്ഷേ എൻ്റെ ഗർഭത്തെ അത് നശിപ്പിക്കാതിരിക്കണമേ, എൻ്റെ ഗർഭത്തെ രക്ഷിക്കണമേ എന്ന് ശ്രീകൃഷ്ണ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് ആ ഉത്തരാദേവി പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് പേർ അവിടെയുണ്ട്, പഞ്ചപാണ്ഡവന്മാരുണ്ട്. സർവരോടും യാത്ര പറഞ്ഞ് മുനികളോടും വ്യാസമുനിയോടും എല്ലാവരോടും കൂടിയിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിലേക്ക് യാത്ര തിരിക്കുന്നത്. അത്രയും മഹത്വക്കളായ വ്യക്തികളൊക്കെ അവിടെ ഉണ്ടാകുമ്പോഴും തന്നെ രക്ഷിക്കാൻ ശ്രീകൃഷ്ണ ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഉത്തരാദേവിക്ക് മനസ്സിലായിട്ട് ഉത്തരാദേവി ശ്രീകൃഷ്ണ ഭഗവാന്റെ നേർക്ക് ഓടി വന്ന് തന്നെ രക്ഷിക്കണമേ, തന്നെ എത്ര വേണമെങ്കിലും ആ വാഹനം ദഹിപ്പിച്ചുകൊള്ളട്ടെ, തൻ്റെ ഉള്ളിലുള്ള ആ ഗർഭത്തെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനോട്. അപ്പോൾ ദേവിക്ക് ആ ഭഗവാനിലുള്ള വിശ്വാസവും
തന്നെ രക്ഷിക്കാൻ ഭഗവാൻ മാത്രമേ ഉള്ളൂ, ഭഗവാൻ തന്നെ രക്ഷിക്കും എന്നുള്ള ആ ദേവിയുടെ ഉള്ളഴിഞ്ഞ ഭക്തിയും തൻ്റെ കുലത്തെ താൻ നശിച്ചാലും തൻ്റെ ഭർത്താവിൻ്റെ കുലം നിലനിൽക്കണം എന്നുള്ള ആ ദേവിയുടെ ആഗ്രഹവും ഒക്കെ നമുക്ക് ഈ ശ്ലോകങ്ങളിൽ കാണാവുന്നതാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. അഭിദ്രവതി മാമീശ ശരസപ്തായശോ വിഭോ കാമം ദഹതു മാം നാഥ മാമേ ഗർഭോ നിപാത്യതാം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.